ഇന്നലെ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, 38ാം ദിവസത്തിൽ 2 ചർച്ചകൾ നടന്നു. രണ്ടും പൂർണ്ണ പരാജയം. 39ാം ദിവസമായ ഇന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിന്റെ പിടിവാശി തന്നെയാണ് ഇത്. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നത് വരെ ഈ ഒരു സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വൃന്ദ, സമരത്തിൽ നിന്ന് ആശാവർക്കർമാർ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിരാഹാര സമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് സമരവേദിയിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന 2 ചർച്ചകളും അത് പ്രഹസനമായിരുന്നു എന്നുള്ളത് ആശാവർക്കർമാർ തർപ്പിച്ച് പറയുകയാണ്. കാരണം പുതിയതായിട്ടൊന്നും തന്നെ ഇന്നലെ നടത്തിയ 2 ചർച്ചകളിലും, അത് NHMന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും പുതിയതായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും വന്നിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ എന്താണോ പറയുന്നത് അത് തന്നെ ആവർത്തിക്കുന്ന സാഹചര്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ചർച്ചകളും പ്രഹസനമായിരുന്നു. ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തീരുമാനിച്ച് വിളിച്ച ചർച്ചകളല്ല രണ്ടും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരാൻ, അത് അതിശക്തമായിട്ടുള്ള സമരം തുടരാൻ തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഇന്നിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നിലവിൽ അവർ ഉയർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ട്. ആ അടിസ്ഥാന ആവശ്യങ്ങളിൽ മേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകുന്നത് വരെ ഈ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോവുക. ഇതിനു മുമ്പ് നിരാഹാര സമരമൊക്കെ കടന്നിട്ടുണ്ട്. ഞാൻ 8 വർഷമായി ആശയായിട്ട് അതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. നിരാഹാരം കടന്നിട്ടില്ല, ആദ്യമായിട്ട് വരുക. എന്ത് തോന്നുന്നു? ഇന്നലെ ഇപ്പോൾ ചർച്ച നടത്തിയിട്ടും ഒരു പ്രതീക്ഷയ്ക്കും വക ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വീണ്ടും നിങ്ങൾ സമരം തുടരുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? വീണ്ടും സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ചർച്ച നടന്നു. ഇവിടെ ചർച്ച NHM ഡയറക്ടർ അവരുമായിട്ട് ചർച്ച നടന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയായിട്ടും ആശമാരുടെ നേതാക്കന്മാർ സംസാരിച്ചെങ്കിലും ചർച്ച അങ്ങ് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ഇന്നു മുതൽ പിന്നെയും നിരാഹാരം തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആശമാർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക. കാരണം ആശമാരും നേതൃത്വം, നമ്മുടെ ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറും നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വീണ ജോർജ് അവരും എല്ലാവരും കൂടി ഒന്നുകൂടി ഇതിന് വേണ്ട ഒരു പരിഹാരം വരുത്തി തന്ന്, കാരണം ഇത് ഇപ്പം 39 ദിവസത്തിലേക്ക് നമ്മുടെ ഈ സമരം മുൻപോട്ട് പോയി. അത് ഇനിയും മുൻപോട്ട് നീട്ടിക്കൊണ്ട് പോകാതെ എന്താണെന്ന് വെച്ചാൽ മഴക്കാലം വന്നു, മറ്റു പനികൾ, ഡെങ്കി ഫീവർ, എലിപ്പനികൾ, അങ്ങനെ ഉള്ള രോഗങ്ങളൊക്കെ പിന്നെ വരുമ്പോൾ നമ്മുടെ വാർഡിലേക്ക് ആശാമാർ സജീവമായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് നമുക്ക് ആശമാർക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആശമാരും നേതൃത്വം ഒക്കെ കൂടി ഒന്നും കൂടി ആലോചിച്ച് ഒരു എല്ലാം ഉചിതമായിട്ടൊരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ പക്ഷത്തുനിന്നും ആശമാരുടെ പക്ഷത്തുനിന്നും സർക്കാരിന്റെ പക്ഷത്തുനിന്നും ഒക്കെ ഒരു നല്ലൊരു തീരുമാനമെടുത്ത്, യോജിച്ച ഒരു തീരുമാനമെടുത്ത് നമ്മുടെ ഇലയ്ക്കോ മുള്ളിനൊന്നും വരാതെ ഒരു രീതിയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ സമരം അവസാനിപ്പിച്ച്, കാരണം നിരാഹാരം എന്ന് പറയുന്നത് ഭക്ഷണം പിടിഞ്ഞ് കിടക്കും, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും വരാതെ, നിരാഹാരത്തിലേക്കൊന്നും പോകാതെ ഞങ്ങളുടെ സമരം അവസാനിപ്പിച്ച് ഞങ്ങളുടെ വെച്ച ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് ആശമാരും തയ്യാറാണ്, കേന്ദ്രം തയ്യാറായിട്ട് ഞങ്ങളുടെ സമരം ഇപ്പോൾ 39 ദിവസമായിരിക്കുന്നു. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ, അത് വേതനം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു അനുകൂല നിലപാടും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ ഇനിയും പ്രതീക്ഷിച്ച് സമരം തുടരും? ഇനിയും തുടരും. വേതനം കിട്ടുന്നിടം വരെ ഇത് തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ ജോലിക്കൊത്ത പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. വീടുകളില്ലാത്തവരുണ്ട്, രോഗങ്ങളായിട്ട് കിടപ്പിലായവരുണ്ട്. അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് യാതൊന്നും സാധിക്കുന്നില്ല. ഞങ്ങളെ ചെലവും വണ്ടിക്കൂലിയും പോയി കഴിയുമ്പോൾ യാതൊന്നും ഇല്ല ഞങ്ങൾക്ക്.
ഇത് തന്നെയാണ്. അതായത് സമരത്തിന്റെ 38ാം ദിവസമായിരുന്ന ഇന്നലെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ആശാവർക്കർമാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തന്നെ കെട്ടണഞ്ഞു പോകാൻ നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ചർച്ചയിൽ ഒന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായില്ല. അതിനുശേഷം ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലേക്ക് പോയിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനാണ്. പക്ഷേ ആ കാര്യത്തിലും ഇൻസെന്റീവ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുക എന്ന കാര്യം ചർച്ച ചെയ്യും എന്നുള്ളത്, അതായത് സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് വരെ പ്രവർത്തകരാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനം എടുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിലാണ് ഒരു തീരുമാനം ഇതുവരെയും നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്. സാമ്പത്തികമായിട്ടുള്ള അത്തരത്തിലൊരു സാഹചര്യത്തിലല്ല സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നതെന്നുള്ള വാദം തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നലെ ഉയർത്തിയത് എന്നുള്ളതാണ്. എന്തായാലും തീരുമാനം എന്ത് തീരുമാനമാണ് കേന്ദ്ര മന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ആശാവർക്കർമാരൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ കുടിശ്ശികയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് വാങ്ങിയെടുത്ത് ഈ മന്ത്രി വീണ ജോർജ് തിരിച്ചു വരികയാണെങ്കിൽ അതിൽ സന്തോഷം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള ആവശ്യം അവർ ആവർത്തിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. സമരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ രാപ്പകൽ സമരവേദിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 3 ആശമാരാണ് രാപ്പകൽ സമരം അനിശ്ചിതകാല നിരാഹാര സമരം ആദ്യഘട്ടത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ ആവശ്യങ്ങളിൽ മേലൊരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ കൂടുതൽ ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. സൂര്യ, ഈ സമരപ്പന്തലിൽ ഇരിക്കുമ്പോൾ അവിടെ 3 ആശമാർ നിരാഹാര സമരം കിടക്കാനായി അവിടെ എത്തിയിരിക്കുന്നു. അതിൽ ഒരാൾ പറയുന്നത് ഇത്തരത്തിലാണ്, തങ്ങൾ ഇതുപോലെ ഈ ഒരു സമരത്തിന് ഇരിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സർക്കാർ തങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു സമരത്തിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഇനിയൊരു മഴക്കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഡെങ്കിപ്പനി മറ്റ് പലവിധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങളുടെ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങളുമായി സജീവമായി അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു സമയത്തിൽ ഇത്തരത്തിലൊരു സമര പന്തലിൽ ഇരിക്കാനല്ല തങ്ങൾ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സജീവമാകാൻ തന്നെയാണ് അവർ ഇപ്പോഴും ഈ ഒരു സമര പന്തലിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ചൂട് കൂടുകയാണ്. വെയിൽ സമയമാണ്, വേനൽക്കാലമാണ്. ആവശ്യത്തിന് ദാഹജലം കുടിക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന കുറച്ച് ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാരാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അതും ഒരു വനിതാ ആരോഗ്യ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് ഇവർ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോഴും പ്രതീക്ഷ അവരിലെ പ്രതീക്ഷ കെട്ടണഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, ഓണറേറിയം വർധനവ് അത് ഉണ്ടാവുക, ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ മേൽ എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാടുണ്ടാകും, തീരുമാനമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അവർ ഉറ്റുനോക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് ചർച്ച ചെയ്യാൻ പോയതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമായിട്ടായിരിക്കണം ആരോഗ്യ മന്ത്രി എത്തേണ്ടത് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും അനിശ്ചിതകാല നിരാഹാര സമരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് ആശമാരുടെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 39ാം ദിവസം എന്നെഴുതിയ ബാനറുണ്ട്. തൊട്ട് ഇപ്പുറത്ത് തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം, അതിന്റെ എണ്ണം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാനറുണ്ട്. പക്ഷേ അധിക ദിവസം അത് കൊണ്ടുപോകരുത് എന്നുള്ള ആവശ്യം തന്നെയാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്. എത്രയും വേഗം അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് കൈകോർക്കണം, ചർച്ച ചെയ്തൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ദിവസവും അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള വർധനവ് ചർച്ച ചെയ്യാനും സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ആശാപ്രവർത്തകരിലേക്ക് അവരെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചയാകും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് മന്ത്രി വീണ ജോർജ് നടത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഓണറേറിയം വർധനവിന് ഉൾപ്പെടെ എന്ത് നിലപാട് സംസ്ഥാന സർക്കാർ ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സമരവേദിയിലേക്ക് കോൺഗ്രസ് നേതാവ് VM സുധീരൻ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ സമരം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ
പ്രതിപക്ഷ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ മഹാസംഗമം നടത്തുമ്പോഴും വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും ഒക്കെ തന്നെ അത്തരത്തിൽ എല്ലാവരുടെയും പിന്തുണ ആശമാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും ആശമാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പിന്തുണ ലഭിക്കുമ്പോഴും അവരുടെ സമരത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള സങ്കടം മാത്രമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത്. നിരാഹാരം കിടന്നിട്ടില്ല സാർ. ഇതുവരെയ്ക്കും ഇങ്ങനൊരു സമരത്തിലോട്ട് ഞങ്ങൾ വന്നിട്ടില്ല. നിരാഹാരം കിടന്നിട്ടുമില്ല. പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിത കാര്യങ്ങളിലൂടെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതിൽ മാത്രമേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. നിരാഹാരം കിടന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇവിടം വരെ വന്ന് എത്തിച്ചത് നമ്മളെ ഗവൺമെന്റാണ്. എന്റെ പേര് ഷീജ. പുതുക്കുറിശി. ഇവിടെ തിരുവനന്തപുരം പെരുമാത്ര പുതുക്കുറിശി. ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് പിന്തുണ അർപ്പിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം. ഈ സമരം ഇങ്ങനെ തുടരുകയാണ്, ഇന്ന് നിരാഹാരത്തിലേക്ക് കിടക്കുന്നു. ആശാ സഹോദരിമാരുടെ സമരം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 39 ദിവസമായി ആദ്യമായിട്ടാണ് സർക്കാർ ഒരു ചർച്ചയുമായി വന്നത്. പക്ഷേ ചർച്ച ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വലിയൊരു പ്രതീക്ഷ തോന്നിയിരുന്നു. പക്ഷേ പാർട്ടി സമാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം കണ്ടപ്പോഴാണ് ഇതൊരു പാഴ്വേലയാണ്, തികഞ്ഞ ഒരു പ്രഹസനം. ആശാ സഹോദരിമാരുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അതൊരു തികഞ്ഞ പ്രഹസനം മാത്രമായി മാറുകയായിരുന്നു. ഒരു ഗവൺമെൻറ് ഇങ്ങനെയാണ് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്? എനിക്ക് അത്ഭുതപ്പെടുകയാണ്. എത്രയോ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുതിയ കാര്യമല്ലല്ലോ സമരം. പുതിയ കാര്യമാണോ? എത്രയോ സമരം ചെയ്ത് പാരമ്പര്യമുള്ള പാർട്ടി നേതാക്കന്മാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. സമരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു ഭരണാധികാരിയുടെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സമരം ചെയ്യുന്ന, പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആശാപ്രവർത്തകരെ ഒന്നാമത് സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. അവർ നിവേദനം കൊടുത്തപ്പോൾ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവർ സമരത്തിലേക്ക് തള്ളിവിട്ടു. 39ാമത്തെ ദിവസമാണ് ചർച്ച നടത്തുന്നത്. ഇപ്പം ഇതാ അവർ നിരാഹാര സമരത്തിന് നിർബന്ധിതമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രി ഇന്ന് ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് ചർച്ചകൾ നടത്താൻ. മന്ത്രി വൈകി വന്ന് വിവേകം എന്നല്ലാതെ എന്ത് പറയാനാണ്? എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇങ്ങനെയല്ല ഒരു ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സർക്കാരിൻ്റെ സമീപനം ഒരിക്കലും ഇതാകരുത്. ഇതൊരു മുതലാളിത്ത ഗവൺമെൻറ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നവഫാസിസത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിലാണ്. അവർ കമ്മ്യൂണിസ്റ്റ് മെത്തേഡല്ല, ജനാധിപത്യ മെത്തേഡല്ല, ഒരു നവഫാസിസ്റ്റ് സമീപനമാണ് ഈ സമരത്തോട് തന്നെ കാണിക്കുന്നത്. സമരത്തെ അടിച്ചമർത്താൻ എന്തൊക്കെ ചെയ്തു? ശരിക്കും പറഞ്ഞാൽ സർ CP-യുടെ ഭരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. എന്തെല്ലാം ചെയ്തു സമരത്തെ പരാജയപ്പെടുത്താൻ. എന്നിട്ട് പേരിൻ്റെ ഒരു ചർച്ച. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ഈ പിണറായി സർക്കാരിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഭരണപരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് യാഥാർത്ഥ്യബോധത്തോടെ ദുരഭിമാനം കൈവിട്ട് പിടിവാശി ഉപേക്ഷിച്ച് രാഷ്ട്രീയ സങ്കുചിതത്വം വേണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ ഈ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രത്യാശിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്.
പകൽ സമരത്തിന്റെ 39ാം ദിവസമായി ഇന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. VM സുധീരൻ സമരപന്തലിൽ ആശാവർക്കർമാരെ സന്ദർശിച്ചു. സൂര്യയുണ്ട്. സൂര്യ, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ആശാവർക്കർമാരുടെ സമരം തുടങ്ങി ഇന്ന് 39ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നലെ നടന്ന ചർച്ചകളെല്ലാം തന്നെ പൂർണ്ണ പരാജയമായിരുന്നു. സംസ്ഥാന സർക്കാർ തീർച്ചയായും ഈ സ്ത്രീകളെ അടക്കം തന്നെ വലിയ രീതിയിൽ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നു എന്നതല്ലാതെ 39 ദിവസമായി തെരുവിൽ കഴിയുകയാണ്. രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഇത്തരം ആശാവർക്കർമാരെ തെരുവിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ ഒരു സമരം കടുപ്പിക്കാനുള്ള എല്ലാ പിന്തുണയുമായി മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ അടക്കം നിന്ന് തന്നെ ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നുണ്ടല്ലേ? സമരം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെയും സംഘടനകളുടെയും ഒക്കെ പിന്തുണ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമരം തുടങ്ങി 39ാമത്തെ ദിവസം എത്തുമ്പോഴും എന്തിനു വേണ്ടിയാണോ അവർ സമരം ചെയ്യുക, അടിസ്ഥാന ആവശ്യങ്ങൾ ഇപ്പോഴും സർക്കാർ പരിഗണനയിലേക്ക് എടുക്കുന്നില്ല, അതിലൊരു പ്രശ്ന പരിഹാരം എന്നോണം സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. എന്താണ് ഇത്രയും കാലതാമസം എന്നുള്ളതാണ്. ഓണറേറിയം വർധനവിൽ ഉൾപ്പെടെ ഒരു തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിൽ എന്തുകൊണ്ടൊരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതായത് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ സമരം തുടങ്ങിയ ദിവസങ്ങളിലാണ് ഈ PSC അംഗങ്ങൾക്ക് ഈ സാലറി വർദ്ധിപ്പിച്ച് നൽകുന്നതും KV തോമസിന് ആനുകൂല്യം നൽകുന്നതുമൊക്കെ. അപ്പോൾ അവർക്ക് നൽകാൻ കയ്യിൽ പണമുണ്ട്, ആശമാർക്ക് ഓണറേറിയം കൂട്ടി നൽകുക എന്ന് ചോദിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പണമില്ല എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നതിൽ ഒരാളാണ്. സമരത്തിൽ തുടക്കം മുതൽ തന്നെ നേതൃത്വം നൽകുന്ന MA ബിന്ദുവാണ്. ഇത് നിരാഹാര സമരം തുടങ്ങാൻ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. നമ്മള് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ഒരു സമരത്തിന്റെ കോഴ്സ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള സമരങ്ങളൊക്കെ അപ്പൊ നമ്മള് അതിന് മെന്റലി നിരാഹാര സമരമൊക്കെ ഇരുന്നുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. ധാരാളം സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിരാഹാര സമരം ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് അങ്ങനെയുള്ള ആശങ്കകളോ കാര്യങ്ങളോ സമരം തുടങ്ങി ഇത്രയും ദിവസമാകുമ്പോഴും ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോഴും എല്ലാവരുടെയും മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ചിരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നു എന്നുള്ളതാണ് ആശമാരുടെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നമ്മൾ സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടാനുള്ള ആവശ്യങ്ങൾ അത് ഏറ്റവും ന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഇത്രയും ഭയപ്പെടുന്നത്, അല്ലേ? അന്യായമായിരുന്നെങ്കിൽ ഇത്രയും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ന്യായമായ കാര്യം കേൾക്കുന്നതിന് ഞങ്ങൾ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മന്ത്രി വീണ ജോർജ് തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾക്ക് അതിനകത്ത് പരിഹാരം വരുത്തില്ല. കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ്. അതിവിടെ തീരുമാനിക്കേണ്ട കാര്യത്തിന് എന്തിനാണ് ഡൽഹി പോകുന്നത്? പിന്നെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ സമരത്തിന്റെ വിജയമാണ്. പകൽ സമരത്തിന്റെ 39ാം ദിവസമായി ഇന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. 11 മണി മുതൽ ആരംഭിക്കുന്ന 3ാം ഘട്ട സമരത്തിൽ 3 ആശാപ്രവർത്തകർ നിരാഹാരമിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരം